dear students, welcome back to School at Home. Today we are going to discuss about 4 important topics, that is action of genes, chromosomes in humans, crossing over and combination of allele during fertilization. So let's move on to the first topic, that is action of genes. How do genes act? എങ്ങനെയാണ് ജീനുകൾ പ്രവർത്തിക്കുന്നത്, ആക്ട് ചെയ്യുന്നത് എന്നതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്. എങ്ങനെയാണ് ജീനുകൾ പ്രവർത്തിക്കുന്നത് നമുക്ക് നോക്കാം. ദ ആക്ടിവിറ്റി ഓഫ് പർട്ടിക്കുലർ പ്രോട്ടീൻസ്, ദാറ്റ് മീൻസ് എൻസൈംസ്, കൺട്രോൾസ് മെറ്റബോളിക് ആക്ടിവിറ്റീസ് ആൻഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ്. ജീൻസ് കണ്ടെയ്ൻ ഇൻഫർമേഷൻ ഫോർ പ്രോട്ടീൻ സിന്തസിസ്. നോക്കൂ, ചില പ്രോട്ടീനുകളാണ് നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിക് ആക്ടിവിറ്റീസിനെ നിയന്ത്രിക്കുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. ഒപ്പം ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മുടെ സ്വഭാവ സവിശേഷതകൾക്ക് കാരണമാകുന്നതും ആരാണ്? പ്രോട്ടീൻസ് ആണ്. സോ പ്രോട്ടീൻസ് എന്തെല്ലാമാണ് ചെയ്യുന്നത്? നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നു. ദ പ്രോട്ടീൻസ് കൺട്രോൾസ് മെറ്റബോളിക് ആക്ടിവിറ്റീസ് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ്. നമുക്കുണ്ടാകുന്ന സ്വഭാവ സവിശേഷതകൾക്ക് കാരണമാകുന്നതും ചില പ്രോട്ടീൻസ് ആണ്. ജീൻസ് കണ്ടെയ്ൻ ഇൻഫർമേഷൻ ഫോർ പ്രോട്ടീൻ സിന്തസിസ്. എന്നാൽ ഇത്തരം പ്രോട്ടീനുകളുടെ സിന്തസിസിന്, നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ, ഇൻഫർമേഷൻ അടങ്ങിയിട്ടുള്ളത് എവിടെയാണ്? ജീൻസിലാണ്. സോ നമ്മൾ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. പ്രോട്ടീൻസ് ആണ് നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസിനെ, എന്താണ് മെറ്റബോളിക് ആക്ടിവിറ്റീസ്? കാറ്റബോളിക്കും അനാബോളിക്കുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസിനെയും നമ്മൾ ഒരുമിച്ച് പറയുന്നതാണ് മെറ്റാബോളിസം അഥവാ മെറ്റബോളിക് ആക്ടിവിറ്റീസ്. സോ ഈ മെറ്റബോളിക് ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുകയും ചില സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സിന് കാരണമാകുകയും ചെയ്യുന്നത് ആരാണ്? ഈ പ്രോട്ടീൻസ് ആണ്, അല്ലേ? എന്നാൽ ഈ പ്രോട്ടീൻസിന്റെ നിർമ്മാണം, സിന്തസിസിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് എവിടെയാണുള്ളത്? ജീൻസിലാണ്. ജീൻസ് ആർ ദി പെർട്ടിക്കുലർ സെഗ്മെന്റ്സ് ഓഫ് DNA. സോ നമ്മൾ പറഞ്ഞു ജീൻസിലാണ് പ്രോട്ടീൻ സിന്തസിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ അടങ്ങിയിട്ടുള്ളതെന്ന്, അല്ലേ? അപ്പോൾ ഈ ജീൻ എവിടെയാണ് കാണപ്പെടുന്നത്? ജീൻ ഇസ് എ കമ്പോണന്റ് ഓഫ് DNA. DNA ഒരു ഭാഗമാണ് ജീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കൂ, ഈ ഒരു പിക്ചറിൽ ഇവിടെ സെല്ല് കാണിച്ചിട്ടുണ്ട്, അല്ലേ? സെല്ലിനകത്ത് എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിനകത്തോ ക്രോമസോം ഉണ്ട്. ക്രോമസോമിനുള്ളിൽ DNA ഉണ്ട്. ആൻഡ് ജീൻസ് ആർ ദി കമ്പോണന്റ് ഓർ എ സെഗ്മെന്റ് ഓഫ് എ DNA. DNA-യിലുള്ള ഒരു സെഗ്മെന്റ് അഥവാ ഒരു കമ്പോണന്റ് ആണ് ഇതെന്ന് പറയുന്നത് ജീൻ എന്ന് പറയുന്നത്. സോ ഈ ജീനിനുള്ളിലാണ് ആരുള്ളത്? ഈ പ്രോട്ടീൻ സിന്തസിസിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഉള്ളത്. ഈ പ്രോട്ടീൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സിന് റെസ്പോൺസിബിൾ ആവുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രോട്ടീൻ സിന്തസിസിനെ കുറിച്ചാണ്. പ്രോട്ടീൻ നിർമ്മാണം എങ്ങനെയാണ് ജീൻസിൽ നടക്കുന്നത്? DNA does not participate directly in protein synthesis. പ്രോട്ടീൻ നിർമ്മാണത്തിൽ DNA നേരിട്ട് പങ്കെടുക്കുന്നില്ല. DNA does not participate directly in protein synthesis. Instead of that, DNA performs its activities with the help of RNA. സോ നമ്മൾ പറഞ്ഞു DNA പ്രോട്ടീൻ സിന്തസിസിൽ ഡയറക്ട്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എന്ന്. അതിന് പകരം എന്താ ചെയ്യുന്നത്? DNA RNA-യുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഇത്തരം പ്രോട്ടീൻ സിന്തസിസിന്റെ എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്നത്. DNA നേരിട്ട് പങ്കെടുക്കില്ല, അതിന് പകരം RNA-യുടെ ഹെൽപ്പ് തേടുന്നു. എങ്ങനെയാണിത്? RNA that carries information from DNA reaches ribosomes and control protein synthesis. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അതായത് DNA-യിൽ നിന്നുള്ള ഇൻഫർമേഷൻസ്, സന്ദേശങ്ങൾ അഥവാ മെസ്സേജസ് RNA എടുക്കുന്നു, RNA ട്രാൻസ്ഫർ ചെയ്യുന്നു. എവിടേക്ക്? റൈബോസോമിലേക്ക്. റൈബോസോം ഈസ് ദ സെൻറ്റർ ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ സിന്തസിസിന്റെ, പ്രോട്ടീൻ നിർമ്മാണത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ആരാണ്? റൈബോസോം ആണ്. സോ ഈ റൈബോസോമിലേക്ക് DNA-യിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഓർ മെസ്സേജസ് RNA എത്തിക്കുകയാണ് ചെയ്യുന്നത്. സോ RNA carries the information from DNA and reach into the ribosomes. That's why this RNA is called as mRNA or Messenger RNA. സോ DNA-യിൽ നിന്ന് ഇൻഫർമേഷൻസ് റൈബോസോമിലേക്ക് ക്യാരി ഔട്ട് ചെയ്യുന്നത് RNA ആണെന്ന് പറഞ്ഞു, അല്ലേ? അങ്ങനെ മെസ്സേജസ് DNA-യിൽ നിന്ന് റൈബോസോമിലേക്ക് എത്തിക്കുന്ന RNA നമ്മൾ പറയുന്നത് mRNA അഥവാ മെസ്സഞ്ചർ RNA എന്നാണ്. കാരണം എന്താണ്? DNA-യിൽ നിന്നുള്ള മെസ്സേജ് റൈബോസോമിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ടാണ് അത്തരം RNA-കളെ നമ്മൾ mRNA അഥവാ മെസ്സഞ്ചർ RNA എന്ന് പറയുന്നത്. ഇവിടെ M ഡിനോട്ട് ചെയ്യുന്നത്, ഇവിടെ mRNA എന്നല്ലേ,
എം ഡിനോട്ട് ചെയ്യുന്നത് മെസ്സഞ്ചർ എന്ന മീനിങ് ആണ് കേട്ടോ. മെസ്സഞ്ചർ ആർ എൻ എ ആണ് ഡി എൻ എ ഇൻഫർമേഷൻസ് റൈബോസോമിലേക്ക് എത്തിക്കുന്നു. ബിസൈഡ്സ് mRNA, there are tRNA that carries amino acids to the ribosomes and rRNA that are seen associated with the ribosomes. So mRNA മാത്രമല്ല പ്രോട്ടീൻ സിന്തസിസിന് ആവശ്യമായിട്ടുള്ളത് tRNA അല്ലെങ്കിൽ ട്രാൻസ്ഫർ RNA ആവശ്യമാണ്, rRNA അഥവാ റൈബോസോമൽ RNAയും ആവശ്യമാണ്. Then what are the functions of it? പ്രോട്ടീൻ്റെ ബേസിക് യൂണിറ്റ് എന്നറിയപ്പെടുന്നത് ആരാണ്? അമിനോ ആസിഡ് ആണ് അല്ലേ? ഒരുപാടധികം അമിനോ ആസിഡുകൾ കൂടിച്ചേർന്നതാണ് പ്രോട്ടീൻസ്. സോ പ്രോട്ടീൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ആരാണ്? അമിനോ ആസിഡ് ആണ്. സോ പ്രോട്ടീൻ സിന്തസിസിന് ആരും ആവശ്യമാണ്? അമിനോ ആസിഡിന് ആവശ്യമുണ്ട് അല്ലേ? അപ്പോൾ അത്തരം അമിനോ ആസിഡുകളെ റൈബോസോമിലേക്ക് എത്തിക്കുന്നത് ആരാണ്? tRNA അഥവാ ട്രാൻസ്ഫർ RNA ആണ്. സോ ട്രാൻസ്ഫർ RNAയുടെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ക്യാരീസ് അമിനോ ആസിഡ്സ് ടു ദി റൈബോസോംസ്. റൈബോസോമിലേക്ക് പ്രോട്ടീൻ സിന്തസിസിന് ആവശ്യമായിട്ടുള്ള അമിനോ ആസിഡ്സിനെ അഥവാ ബേസിക് യൂണിറ്റ് ഓഫ് പ്രോട്ടീൻസിനെ എത്തിക്കുക എന്നതാണ് tRNA അഥവാ ട്രാൻസ്ഫർ RNAയുടെ ഫംഗ്ഷൻ. ദെൻ അനദർ RNA ആണ് rRNA ഓർ റൈബോസോമൽ RNA that are seen associated with the ribosome. സോ നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ ആ ഒരു ഫംഗ്ഷന് മനസ്സിലാക്കാൻ പറ്റും. rRNA ആരായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്? റൈബോസോം ആയിട്ടാണ്. സോ റൈബോസോമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് അതിനോടൊപ്പം കാണുന്ന RNA ആണ് റൈബോസോമൽ RNA. ഈ rRNAയുടെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ടു സ്പീഡ് അപ്പ് ദി പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ സിന്തസിസിന്റെ ആ ഒരു സ്പീഡ്, വേഗത അത് കൂട്ടുക എന്നതാണ് rRNAയുടെ ഫംഗ്ഷൻ. ആൻഡ് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് റൈബോസോം. റൈബോസോമിനോട് ഒപ്പം അഥവാ കൂടിച്ചേർന്ന് കാണപ്പെടുന്ന RNA ആണ് റൈബോസോമൽ RNA. അത് പ്രോട്ടീൻ സിന്തസിസിന്റെ സ്പീഡ് കൂട്ടുകയാണ് ചെയ്യുന്നത്. പ്രോട്ടീൻ മോളിക്യൂൾ ഈസ് സിന്തസൈസ്ഡ് ബൈ ദി കമ്പൈൻഡ് ആക്ടിവിറ്റീസ് ഓഫ് ഓൾ ദീസ് മോളിക്യൂൾസ്. സോ പ്രോട്ടീൻ മോളിക്യൂളിന്റെ സിന്തസിസ്, നിർമ്മാണം നടക്കുന്നത് ഇത്തരം എല്ലാ പ്രവർത്തനങ്ങളുടെയും കമ്പൈൻഡ് ആയിട്ടുള്ള കൂടിച്ചേർന്നിട്ടുള്ള ആക്ടിവിറ്റീസ് മൂലമാണ്. അതായത് mRNAയുടെയും tRNAയുടെയും rRNAയുടെയും എല്ലാം കമ്പൈൻഡ് ആക്ടിവിറ്റീസ് മൂലമാണ് പ്രോട്ടീൻ മോളിക്യൂൾസ് ജീൻസിൽ ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി ഞാൻ നമുക്കൊരു പിക്ചർ കാണിച്ചു തരാം. അതിലൂടെ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നോക്കാം, ഇവിടെ നോക്കൂ, ഇതാണ് ഒരു സെൽ. സെല്ലിനകത്ത് എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട് അല്ലേ? ക്രോമസോമിനുള്ളിൽ DNA ഉണ്ട്. സോ ദിസ് DNA ഡസ് നോട്ട് ഡയറക്ട്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ സിന്തസിസിൽ ഈ DNA ഒരിക്കലും നേരിട്ട് പങ്കെടുക്കുന്നില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ദ മെസ്സേജസ് ഫ്രം DNA ദാറ്റ് ഈസ് കാരിഡ് ഔട്ട് ബൈ ദി mRNA ടു റൈബോസോംസ്. സോ DNA നിന്നുള്ള സന്ദേശങ്ങൾ, മെസ്സേജസ് mRNA എന്താണ്? mRNA ആണ് എവിടേക്ക് എത്തിക്കുന്നത്? റൈബോസോമിലേക്ക് എത്തിക്കുന്നത്. ഇതാണ് റൈബോസോമിന്റെ സ്ട്രക്ചർ. ഇറ്റ് ഈസ് സീൻ ഇൻ ദി സെൽ. ഇത് എവിടെയാണ് കാണപ്പെടുന്നത്? കോശം അഥവാ സെല്ലിനകത്താണ്. സോ DNA പ്രോട്ടീൻ സിന്തസിസിൽ ഡയറക്ട്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ദ മെസ്സേജസ് ഫ്രം DNA ദാറ്റ് ഇസ് കാരിഡ് ഔട്ട് ബൈ ദി mRNA. ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് കോൾഡ് ആസ് മെസ്സഞ്ചർ RNA ഓർ mRNA ആൻഡ് ഇറ്റ് ഇസ് റീച്ചസ് ഇൻ ടു ദി റൈബോസോം. സോ DNA എന്നുള്ള മെസ്സേജസ് എവിടെ എത്തി? റൈബോസോമിലെത്തി അല്ലേ? ദെൻ ഇനി എന്താ ഉണ്ടാവുന്നത്? ഈ ഒരു പ്രോട്ടീൻ സിന്തസിന് ആവശ്യമായിട്ടുള്ള അമിനോ ആസിഡ് വേണം അല്ലേ? അമിനോ ആസിഡ്സ് ആർ ദി ബേസിക് യൂണിറ്റ് ഓഫ് പ്രോട്ടീൻസ്. ദെൻ tRNA brings different kinds of amino acids to ribosome. So tRNA അഥവാ ട്രാൻസ്ഫർ RNA ആണ് ഈ ഒരു പ്രോട്ടീൻ സിന്തസിസിന് ആവശ്യമായിട്ടുള്ള അമിനോ ആസിഡ്സിനെ റൈബോസോമിലേക്ക് എത്തിക്കുന്നത്. Based on the information in mRNA, protein is synthesized by adding amino acids. So mRNA കൊണ്ടുവരുന്ന ഇൻഫർമേഷന് അനുസരിച്ചിട്ട് അമിനോ ആസിഡുകൾ കമ്പൈൻ ചെയ്ത് കൂട്ടിച്ചേർത്തിട്ട് റൈബോസോമിൽ വെച്ച് എന്ത് നടക്കുന്നു? പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നു. കണ്ടോ, ഇതാണ് പ്രോട്ടീൻ സിന്തസിസ്. ഇതാണ് mRNA കൊണ്ടുവന്നിട്ടുള്ള മെസ്സേജസ്. ദെൻ tRNA കൊണ്ടുവന്നിട്ടുള്ള അമിനോ ആസിഡും കൂട്ടിച്ചേർത്തിട്ടാണ് റൈബോസോമിൽ വെച്ച് എന്ത് നടക്കുന്നത്? പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത്. സോ ഓൾ ആർ ക്ലിയർ? ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. ക്രോമസോംസ് ഇൻ ഹ്യൂമൻസ്. ഈച്ച് സ്പീഷീസ് ഹാസ് എ ഡെഫിനിറ്റ് നമ്പർ ഓഫ് ക്രോമസോംസ്. എല്ലാ ജീവജാലങ്ങൾക്കും ഒരു ഡെഫിനിറ്റ് നമ്പർ ഓഫ് ക്രോമസോംസ് ഉണ്ടായിരിക്കും. നിശ്ചിത എണ്ണം ക്രോമസോം ഉണ്ടായിരിക്കും. മനുഷ്യരിലെ ക്രോമസോം നമ്പർ 46 ആണ്. 46 ക്രോമസോമുകളാണ് മനുഷ്യ ശരീരത്തിൽ അഥവാ ഹ്യൂമൻ ബോഡിയിൽ ഉള്ളത്. ദാറ്റ് മീൻസ് 23 പെയേഴ്സ്. 23 ജോഡി ക്രോമസോമുകൾ മനുഷ്യ ശരീരത്തിലുണ്ട്. 23 പെയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 23 into 2 അല്ലേ? ദാറ്റ് മീൻസ് 46 നമ്പേഴ്സ് ഇൻ ക്രോമസോമും 23 പെയേഴ്സ് ഇൻ ക്രോമസോമുമാണ് ഹ്യൂമൻ ബോഡിയിൽ ഉള്ളത്. There are 46 chromosomes in human beings. Of this, 44 are somatic chromosomes and 2 are sex chromosomes. നമ്മൾ നേരത്തെ പറഞ്ഞു 46 നമ്പർ ക്രോമസോംസ് ആണ് ഹ്യൂമൻ ബീങ്സ് ഉള്ളത് അല്ലേ?
അതിൽ 44 എണ്ണവും സോമാറ്റിക് ക്രോമസോംസ് ആണ്. ദേ ആർ ലുക്കിംഗ് ആസ് സിമിലർ. സോമാറ്റിക് ക്രോമസോം എന്ന് പറയുന്നത് അവർ ആ ഒരു ക്രോമസോംസ് കാണാനായിട്ട് ഒരുപോലെ ആയിരിക്കും. അതുകൊണ്ട് ആ ക്രോമസോമിനെ നമ്മൾ പറയുന്നതാണ് സോമാറ്റിക് ക്രോമസോംസ്. സോ നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ സോമാറ്റിക് ക്രോമസോംസ് എത്ര എണ്ണമുണ്ട്? 44 എണ്ണമാണുള്ളത്. എത്ര ഉണ്ട്? 44 ഔട്ട് ഓഫ് 46. ഇനി നമുക്ക് 2 ക്രോമസോം കൂടിയില്ലേ? അതാരാണ്? 2 ആർ സെക്സ് ക്രോമസോംസ്. 2 എണ്ണം ആരാണ്? സെക്സ് ക്രോമസോം ആണ്. സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്ന ക്രോമസോം ആണ് ബാക്കി 2 എണ്ണം. സോ ഹ്യൂമൻസിൽ 46 ക്രോമസോം ഉണ്ട്. Out of 46, 44 are somatic chromosomes. They are looking as very similar, and other 2 are sex chromosomes. It determines sex of human beings. Human beings-ലെ മനുഷ്യരിലെ സെക്സ്, ദാറ്റ് മീൻസ് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന 2 ക്രോമസോംസ് ആണ് ഹ്യൂമൻ ബീങ്സിൽ ഉള്ളത്. A somatic chromosomes a pair contains 2 identical chromosomes. സൊമാറ്റിക് ക്രോമസോം എന്ന് പറയുന്നത് ഒരു പെയറാണ്, ഒരു ജോഡിയായിരിക്കും. അതിൽ 2 ഐഡന്റിക്കൽ ആയിട്ടുള്ള ഒരുപോലെയുള്ള ക്രോമസോം ആയിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇവിടെ നോക്കൂ, ഇവിടെ കണ്ടോ 22 എന്ന് കണ്ടോ, 22 പെയേഴ്സ് ആണ് കേട്ടോ. ദാറ്റ് മീൻസ് 44 എണ്ണാണ്, 22 ജോഡി. അതായത് ഇവിടെ എണ്ണി നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 44 ആണ്. അങ്ങനെ 22 പെയേഴ്സും എന്ത് തന്നെയാണ്? സൊമാറ്റിക് ക്രോമസോംസ് ആണ്. അതായത് ഇവ കാണാനായിട്ട് ഐഡന്റിക്കൽ ആയിരിക്കും, ഒരുപോലെ ആയിരിക്കും. കണ്ടോ, ഫസ്റ്റ് പെയർ നോക്കൂ, ഐഡന്റിക്കൽ അല്ലേ? ഈ 2 എണ്ണം ഐഡന്റിക്കൽ ആണ്. ദെൻ ഇതെന്താ? ഒരുപോലെയല്ലേ? അങ്ങനെ ഓരോ ക്രോമസോംസും ഇതെന്താണ്? ഐഡന്റിക്കൽ ആണ്. അതുകൊണ്ടാണ് അവയെ സൊമാറ്റിക് ക്രോമസോംസ് എന്ന് പറയുന്നത്. ആൻഡ് അതർ 2 ആർ സെക്സ് ക്രോമസോംസ്. ഇറ്റ് ഡിറ്റർമിൻസ് സെക്സ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. Thus in human beings there are 22 pairs of somatic chromosomes. So human beings-ലെ 22 pairs അഥവാ 44 numbers of chromosomes എന്താണ്? സൊമാറ്റിക് ക്രോമസോംസ് ആണ്. സെക്സ് ക്രോമസോംസ് ആർ ഓഫ് 2 types. 2 തരം സെക്സ് ക്രോമസോംസ് ആണ് ഉള്ളത്. They are called X chromosomes and Y chromosomes. So എത്ര തരത്തിലാണ് സെക്സ് ക്രോമസോം ഉള്ളത്? 2 ടൈപ്പ് അല്ലേ? ഏതൊക്കെയാണ്? എക്സ് ക്രോമസോം കണ്ടോ, എക്സ് ക്രോമസോം ഉണ്ട്, വൈ ക്രോമസോം ഉണ്ട്. ഫീമെയിൽ ഹാവ് 2 എക്സ് ക്രോമസോംസ്. കണ്ടോ, ഫീമെയിൽസിൽ സ്ത്രീകളിൽ 2 എക്സ് ക്രോമസോം ആണ് ഉള്ളത്. ആൻഡ് മെയിൽസ് ഹാവ് 1 എക്സ് ക്രോമസോം ആൻഡ് 1 വൈ ക്രോമസോം. എന്നാൽ മെയിൽസിൽ പുരുഷന്മാരിൽ 1 എക്സ് ക്രോമസോം ഉണ്ട്, 1 വൈ ക്രോമസോം ഉണ്ട്. ഫീമെയിൽസിലോ 2 എക്സ് ക്രോമസോം ആണ്. Then the genetic makeup of female is 44 plus XX and that of male is 44 plus XY. So female genetic makeup എന്ന് പറയുന്നത് എത്രയാണ്? 44 plus XX ആണ്. എന്താണ് അത് മീൻ ചെയ്യുന്നത്? 44 numbers of chromosomes എന്താണ്? സൊമാറ്റിക് ക്രോമസോം ആണ്. അത് ഈക്വൽ ആണ്, മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ. ഓട്ടോസോംസ് അഥവാ സൊമാറ്റിക് ക്രോമസോംസ് എന്ന് പറയുന്നത് എന്താണ്? 44 ആണ്. അതിലെ സെക്സ് ക്രോമസോമിൽ മാത്രമേ മാറ്റമുള്ളൂ. അവ എന്താണ്? എക്സും എക്സും ആണ് ഫീമെയിൽ. കണ്ടോ, സോ 44 പ്ലസ് 2 2 ക്രോമസോമിൽ ഇത് എക്സും എക്സും. സോ 46 ക്രോമസോമായി. കണ്ടോ, ഇനി മെയിലിന്റെ കേസിലോ 44 തന്നെയാണ് ഓട്ടോസോംസ് അഥവാ സൊമാറ്റിക് ക്രോമസോം, ഒരുപോലെയാണ്. ദെൻ മെയിലുള്ള സെക്സ് ക്രോമസോം എങ്ങനെയാണ്? എക്സും വൈയും അല്ലേ? സോ ഇവ 2 എണ്ണല്ലേ? സോ 44 പ്ലസ് 2 ദാറ്റ് മീൻസ് എക്സും വൈയും, അതാണ് സെക്സ് ക്രോമസോം. സോ ടോട്ടൽ 46 ക്രോമസോമും എവിടെ കാണപ്പെടുന്നുണ്ട്? മെയിലിൽ കാണുന്നുണ്ട്. സോ ജനറ്റിക് മേക്കപ്പ് ആണ് ഇപ്പോൾ പറഞ്ഞത്. ഫീമെയിലിൽ 44 പ്ലസ് XX കണ്ടോ, സെക്സ് ഡിറ്റർമിൻ ക്രോമസോം. ദെൻ മെയിലാണെങ്കിൽ 44 XY കണ്ടല്ലോ. ആൻഡ് അവർ നെക്സ്റ്റ് ടോപ്പിക് ഇസ് ജനറ്റിക്സ് ഓഫ് വേരിയേഷൻസ്. വേരിയേഷൻസ് എങ്ങനെയൊക്കെയാണ് നമ്മുടെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് എത്തിക്കുന്നത്, അതാണ് ഇനി പറയാൻ പോകുന്നത്. സോ അത് കണ്ടുപിടിക്കാനാണ് ഗ്രിഗർ ജോഹൻ മെൻഡൽ ഇത്തരം പരീക്ഷണങ്ങൾ, ധാരാളം എക്സ്പെരിമെന്റ്സ് എല്ലാം ചെയ്തത് അല്ലേ? സോ ഈ വേരിയേഷൻസിന് കാരണമാകുന്ന പ്രക്രിയകൾ, പ്രോസസ് ഏതൊക്കെയാണെന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. First one is crossing over in chromosomes, a source of variations. So ക്രോമസോമിൽ കാണപ്പെടുന്ന ക്രോസിംഗ് ഓവർ ആണ് വേരിയേഷൻസിന് ഫസ്റ്റ് റീസൺ. എന്താണ് ക്രോസിംഗ് ഓവർ? During the initial phase of meiosis, chromosomes pair and exchange their parts. അതായത് മിയോസിസും മൈറ്റോസിസും എല്ലാം നമ്മൾ 9th പഠിച്ചിട്ടുണ്ട്. എന്നാൽ 10th നമുക്ക് അതിനെപ്പറ്റി യാതൊന്നും പഠിക്കാനില്ല. ജസ്റ്റ് ആ വേർഡ് മനസ്സിലാക്കി വെക്കുക, മിയോസിസ് എന്ന്. സോ മിയോസിസിന്റെ ഇനീഷ്യൽ ഫേസിലെ ആദ്യഘട്ടത്തിൽ ക്രോമസോംസ് ഗെറ്റ്സ് പെയർ, ക്രോമസോംസ് ജോഡികളാവുന്നു. ആൻഡ് എക്സ്ചേഞ്ച് ദെയർ പാർട്സ്, എന്നിട്ട് അവയുടെ ഭാഗങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്നു, കൈമാറ്റം ചെയ്യുന്നു. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ക്രോസിംഗ് ഓവർ ഓഫ് ക്രോമസോംസ്. അത്തരം പ്രോസസ്സിനെയാണ് ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. സോ എന്താണ് നമ്മൾ പറഞ്ഞത്? മിയോസിസിന്റെ ഇനീഷ്യൽ ഫേസിലെ, മിയോസിസിന്റെ ആദ്യഘട്ടത്തിൽ ക്രോമസോംസ് തമ്മിൽ ജോഡി ചേരുകയും പെയർ ആവുകയും അവയുടെ ഭാഗങ്ങൾ തമ്മിൽ കൈമാറുകയും ചെയ്യുന്നു. ഇവിടെ നോക്കൂ, ഈ ഒരു പിക്ചർ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. കണ്ടോ? സോ ഡ്യൂറിംഗ് ദി ഇനീഷ്യൽ ഫേസ് ഓഫ് മിയോസിസ്,
chromosomes gets pair. Chromosome എന്ത് ചെയ്യുന്നു? ജോഡികളാവുന്നു. എന്നിട്ട് എന്തുണ്ടാവും? എക്സ്ചേഞ്ച് ദെയർ പാർട്സ്. അവയുടെ ഭാഗങ്ങൾ തമ്മിൽ ഇങ്ങനെ എക്സ്ചേഞ്ച് നടക്കും. അതിനെയാണ് നമ്മൾ പറയുന്നത് ക്രോസിംഗ് ഓവർ എന്ന്. ആസ് എ റിസൾട്ട് ഓഫ് ദിസ്, പാർട്ട് ഓഫ് എ DNA crosses over to become the part of another DNA. സോ ഇങ്ങനെ ഈ ഒരു പാർട്സ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു DNA പാർട്ട് മറ്റൊരു DNAക്കും ഈ ഒരു DNA പാർട്ട് ഇതിനും കിട്ടും. കണ്ടോ? ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. ക്രോസിംഗ് ഓവർ ആണ്. കണ്ടോ? ഈ ഒരു ക്രോമസോമിന്റെ കളർ എന്തായിരുന്നു? ഓറഞ്ച് അല്ലായിരുന്നു. സോ ആ കളർ ഈ ഒരു DNA കിട്ടി. അതായത് ഇതിന്റെ ഒരു ഭാഗം ഇതിന് കിട്ടി. സോ ഇതിന്റെ ഈ ഒരു DNA പാർട്ടോ, അപ്പോൾ ഇതിന്റെ ഒരു ഗ്രീൻ പോർഷൻ കണ്ടോ ഈ ഒരു ക്രോമസോമിന് കിട്ടി. സോ ആഫ്റ്റർ ദ ക്രോസിംഗ് ഓവർ പ്രോസസ്, one part of a DNA is changed to the another and another part of DNA is crossed over to the another. കണ്ടോ? This causes a difference in the distribution of genes. ഇതുമൂലം ജീൻസിന്റെ ഡിസ്ട്രിബ്യൂഷനിൽ പലതരത്തിലുള്ള വ്യത്യാസം ഉണ്ടാകുന്നു. ജീനുകളുടെ വിന്യാസത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നു. When these chromosomes are transferred to the next generation, സോ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ജീൻസ്, ഇത്തരം ക്രോമസോം ഉണ്ടല്ലോ, ഇങ്ങനെ ക്രോസിംഗ് ഓവർ ആയിട്ടുള്ള ഈ ക്രോമസോംസ് അടുത്ത ജനറേഷനിലേക്ക്, അടുത്ത തലമുറയിലേക്ക് പോകുമ്പോൾ, ട്രാൻസ്ഫർ ആകുമ്പോൾ, ഇറ്റ് കോസസ് ദി എക്സ്പ്രഷൻ ഓഫ് ന്യൂ ക്യാരക്ടേഴ്സ് ഇൻ ഓഫ്സ്പ്രിംഗ്. സോ ആ ഒരു ഓഫ്സ്പ്രിംഗിലെ ആ ഒരു സന്താനത്തിൽ പലതരത്തിലുള്ള ക്യാരക്ടേഴ്സ്, സ്വഭാവ ഗുണങ്ങളും കാണാനായിട്ട് സാധിക്കും. സോ ക്രോമസോം തമ്മിൽ ഇങ്ങനെ എക്സ്ചേഞ്ച് നടക്കുന്നത് മൂലം അടുത്ത ജനറേഷനിൽ, നെക്സ്റ്റ് ജനറേഷനിൽ ഉണ്ടാകുന്ന ഓഫ്സ്പ്രിങ്സിൽ, തലമുറയിൽ, ദാറ്റ് മീൻസ് സന്താനങ്ങളിൽ എന്തുണ്ടാവുന്നുണ്ട്? പലതരത്തിലുള്ള സ്വഭാവങ്ങളും ഉണ്ടാകുന്നുണ്ട്. സോ വേരിയേഷൻസ് കാണും നെക്സ്റ്റ് ജനറേഷനിൽ. അതുകൊണ്ടാണ് ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത് എ സോഴ്സ് ഓഫ് വേരിയേഷൻ. അതായത് വ്യതിയാനങ്ങളുടെ ഒരു സോഴ്സ്, ഒരു ഉറവിടമാണ് ക്രോസിംഗ് ഓവർ എന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡ്യൂറിംഗ് ദി ഇനീഷ്യൽ ഫേസ് ഓഫ് മിയോസിസ്, chromosomes gets pairs and it is exchange their parts is known as crossing over. During this, a part of DNA is crosses over to become the part of another DNA and it causes the difference in the distribution of genes and it is transferred to the next generation and causes new characters in offsprings. Okay? ഇനി നമുക്ക് ക്രോമസോംസിന്റെ ഡിഫക്റ്റ് മൂലമുണ്ടാകുന്ന ഡിസീസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ജസ്റ്റ് ആസ് എക്സ്ട്രാ റീഡിംഗ്, ബട്ട് നമുക്കൊന്ന് ജസ്റ്റ് അറിഞ്ഞു വെക്കണം എന്തൊക്കെയാണ് ക്രോമസോമിന്റെ ഡിഫക്റ്റ് മൂലമുണ്ടാകുന്ന ഡിസീസ് എന്ന്. നമുക്കറിയാം ഹ്യൂമൻ ബീങ്സിൽ 46 നമ്പർ ഓഫ് ക്രോമസോംസ് ആണുള്ളത്. അതിൽ ക്രോമസോം നമ്പർ 11 ഉണ്ടാകുന്ന ഡിഫക്ട്സ് സിക്കിൾ സെൽ അനീമിയ എന്ന രോഗത്തിന് കാരണമാകുന്നുണ്ട്. സോ ക്രോമസോം നമ്പർ 11 ഉണ്ടാകുന്ന ഡിഫക്ട്സ് എന്തിന് കാരണമാകുന്നു? സിക്കിൾ സെൽ അനീമിയ, ഒരു ജനറ്റിക് ഡിസീസ് ആണത്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സോ ജനറ്റിക് ഡിസീസ് ആയിട്ടുള്ള സിക്കിൾ സെൽ അനീമിയ ഉണ്ടാകാൻ കാരണം ക്രോമസോം നമ്പർ 11 ഉണ്ടാകുന്ന ചില ഡിഫക്ട്സ് ആണ്. അതുപോലെ ക്രോമസോം നമ്പർ 14 ഉണ്ടാകുന്ന ചില ഡിഫക്ട്സ് അൽഷിമേഴ്സ് അഥവാ മറവി രോഗം അതിന് കാരണമാകുന്നുണ്ട്. അതുപോലെ മെലനോമ അഥവാ സ്കിൻ ക്യാൻസർ നമ്മൾ പറയുന്ന പേര് മെലനോമ എന്നാണ്. അതുണ്ടാകുന്നത് ക്രോമസോം നമ്പർ 9 ഉണ്ടാകുന്ന ഡിഫക്ട്സ് ആണ്. സോ ക്രോമസോം നമ്പർ 11 ഉണ്ടാകുന്ന ഡിഫക്ട്സ് സിക്കിൾ സെൽ അനീമിയയ്ക്കും, ക്രോമസോം നമ്പർ 14 ഉണ്ടാകുന്ന ഡിഫക്ട്സ് അൽഷിമേഴ്സ് എന്ന ഡിസീസിനും, മെലനോമ അഥവാ സ്കിൻ ക്യാൻസർ ഉണ്ടാകുന്നത് ക്രോമസോം നമ്പർ 9 ഉണ്ടാകുന്ന ഡിഫക്ട്സുമാണ്. And next is about another cause of variation. വേരിയേഷൻസ് ഉണ്ടാകാൻ കാരണമായിട്ടുള്ള മറ്റൊരു പ്രധാന റീസൺ ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. കോമ്പിനേഷൻ ഓഫ് അലീൽ ഡ്യൂറിങ് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ അഥവാ ബീജസംയോഗ സമയത്ത് അലീലിലുണ്ടാകുന്ന കോമ്പിനേഷൻ, ചേർച്ച, അത് എന്തിന് കാരണമാകുന്നുണ്ട്? വേരിയേഷൻസിന് കാരണമാകുന്നുണ്ട്. സോ വേരിയേഷൻ ഉണ്ടാകുന്ന ഫസ്റ്റ് റീസൺ നമ്മൾ പറഞ്ഞു ക്രോസിംഗ് ഓവർ. സെക്കൻഡ് റീസൺ ആണ് ഫെർട്ടിലൈസേഷൻ. ദ ക്രോമസോംസ് ഓഫ് പാരന്റ്സ് റീച്ച് ദ ഓഫ്സ്പ്രിങ്സ് ത്രൂ ഗാമീറ്റ്സ്. നമുക്കറിയാം നമ്മുടെ പാരൻസ് നിന്നാണ് ക്രോമസോംസ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ? പാരൻസിലെ ഐഡന്റിക്കൽ ആയിട്ടുള്ള ക്രോമസോം ആയിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. എന്നാൽ ആ ക്രോമസോമിൽ ഉണ്ടാകുന്ന മാറ്റം, ചേഞ്ചസ് ആണ് നമ്മളിൽ പലതരത്തിലുള്ള വേരിയേഷൻസും ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ദ ക്രോമസോംസ് ഓഫ് പാരൻസ് എന്നുള്ള ക്രോമസോംസ് എവിടേക്ക് എത്തുന്നു? ഓഫ്സ്പ്രിംഗിലേക്ക്, സന്താനങ്ങളിൽ എത്തുന്നു. എവിടെ നിന്നാണ്? ത്രൂ ഗാമീറ്റ്സ്. എന്ത് വഴിയാണ്? ഗാമീറ്റ്സ് വഴിയാണ്. വെൻ ഗാമീറ്റ്സ് അണ്ടർഗോ ഫ്യൂഷൻ, എപ്പോഴാണോ ഈ ഗാമീറ്റ്സ് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നത്, കൂടിച്ചേരുന്നത്, ദ കോമ്പിനേഷൻ ഓഫ് അലീൽ ചേഞ്ചസ്, ആ സമയത്ത് അലീലിൽ ധാരാളം മാറ്റങ്ങൾ ഉണ്ടാകുന്നു. സോ പാരൻസിൽ നിന്ന് ക്രോമസോംസ് എവിടേക്ക് എത്തുന്നുണ്ട്? ഓഫ്സ്പ്രിംഗിൽ എത്തുന്നുണ്ട് ത്രൂ ഗാമീറ്റ്സ് അഥവാ ബീജകോശങ്ങൾ വഴിയാണ് ആ ഒരു സന്താനങ്ങളിലേക്ക്, ഓഫ്സ്പ്രിംഗിലേക്ക് മാതാപിതാക്കളിൽ നിന്ന്, പാരൻസിൽ നിന്ന് എന്തെത്തുന്നത്? ക്രോമസോം എത്തുന്നത്. ഇനി എപ്പോഴാണോ ഇത്തരം ക്രോമസോംസ് അഥവാ ഗാമീറ്റ്സ് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നത്, ആ സമയത്ത് അതിലെ കോമ്പിനേഷൻ ഓഫ് അലീലില് ധാരാളം ചേഞ്ചസ് സംഭവിക്കുന്നു. This causes the expression of characteristics in offsprings that are different from parents. അതാണ് അത്തരം ആ ഒരു അലീൽ ചേഞ്ച് ആണ് ഈ ഒരു ഓഫ്സ്പ്രിംഗിലെ മാതാപിതാക്കളിൽ നിന്ന്, പാരൻസിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള, ഡിഫറെൻ്റ് ആയിട്ടുള്ള
ക്യാരക്ടറിസ്റ്റിക്സ് സവിശേഷതകൾ സ്വഭാവ സവിശേഷതകൾ ഉണ്ടാകാനായിട്ടുള്ള കാരണം. ദസ് ഫെർട്ടിലൈസേഷൻ കോസസ് വേരിയേഷൻസ് ഇൻ ദി നെക്സ്റ്റ് ജനറേഷൻ. സോ നമുക്ക് പറയാം ഫെർട്ടിലൈസേഷൻ ഒരു പരിധിവരെ ടു സം എക്സ്റ്റെൻറ്റ് ഇസ് ദ റീസൺ ഫോർ വേരിയേഷൻസ്. സോ നെക്സ്റ്റ് ജനറേഷനിൽ വേരിയേഷൻ ഉണ്ടാകാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് എന്താണ്? ഫെർട്ടിലൈസേഷൻ ആണ്. സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ആക്ഷൻ ഓഫ് ജീൻസിനെ കുറിച്ചും ഹ്യൂമൻസിലുള്ള ക്രോമസോം നമ്പേഴ്സിനെ കുറിച്ചും വേരിയേഷൻസിന് കാരണമായിട്ടുള്ള ക്രോസിംഗ് ഓവർ ആൻഡ് കോമ്പിനേഷൻ ഓഫ് അലീൽ ഡ്യൂറിങ് ഫെർട്ടിലൈസേഷനെ കുറിച്ചായിരുന്നു. ദെൻ വേരിയേഷൻസിന് കാരണമാകുന്ന മറ്റൊരു റീസണും കൂടി ഉണ്ട്, അതാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ അത് എടുക്കുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്തി ആയി പോകും. സോ നമുക്കത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. എന്നാലാവും വിധം ഞാൻ നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഷെയർ ഇറ്റ്. താങ്ക് യു.